ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത്, നമ്മൾ കുറച്ച് ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കാം എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 10 വർഷത്തേക്ക് തന്നെ ഒരിക്കൽ ശമ്പള പരിഷ്കരണമായാൽ മതി എന്നുള്ള ഒരു ചിന്ത വരുന്നതിനും അത് സർവീസ് സംഘടനകൾ ഒരു പരിധിവരെ അംഗീകരിക്കുന്നതിനുമുള്ള ഒരു കഥയാണ് ഇപ്പോൾ വരുന്നത്. അതായത് 2019 ശമ്പള പരിഷ്കരണം നടത്തേണ്ടിയിരുന്നത്, അത് 21 നടന്നത്. 19 ബാക്ക് വെച്ച് കൊടുത്തു. പക്ഷേ 19 വെച്ച് ബാക്ക് വെച്ച് കൊടുത്തിട്ട് 21 നടപ്പിലാക്കിയപ്പോൾ 2 വർഷം പോയി. പിന്നെ 19 വെച്ച് കൊടുക്കേണ്ടത് 24 നടക്കണം എന്ന് പറഞ്ഞാൽ 21 നടന്നത് 24 നടക്കണമായിരുന്നു. പക്ഷേ 24 നടന്നില്ല. 21 നടത്തി 24 നടത്തൂലല്ലോ. 24 നടക്കാത്തതാണ് 26 വരെ നീണ്ടുപോയത്. അപ്പം ചുരുക്കത്തിൽ 21 കഴിഞ്ഞിട്ട് 6 വർഷം നീണ്ടുപോയി. ഇനിയിപ്പോൾ തമാശ എന്തെന്ന് വെച്ചാൽ 2019 നടന്നത് ഇനി ഒരു 3 വർഷം കൂടെ പിടിച്ചാൽ 27, 28, 29 പിടിച്ചാൽ 10 വർഷത്തിലൊരിക്കലാക്കാം. ഇതാണ് സർക്കാരിനെ ചിന്തിപ്പിക്കുന്ന ഒരു നല്ല കൗതുകമുള്ള ഒരു രസകരമായ ഒരു കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 19 അത് പിടിച്ച് 21 വരെ കൊണ്ടുപോയി. 24 ചെയ്യേണ്ടത് ചെയ്തില്ല. അപ്പോൾ അവിടെ 19 2 വർഷം പിടിച്ചു 21 ആക്കി. 24 അവർ 2 വർഷം പിടിച്ചു, 1.5 വർഷം 2 വർഷം പിടിച്ചു 26 വരെ. ഇവരൊരു 2 വർഷം കൂടെ പിടിച്ചാൽ അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടെ പിടിച്ചാൽ മൊത്തത്തിൽ 2019 നടത്തിയത് 2029 ആകുമ്പോൾ 10 വർഷത്തെ ഗ്യാപ്പിട്ട് നടത്താം എന്നൊരു നല്ല ബുദ്ധി ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ആൾമോസ്റ്റ് സമ്മതിച്ചതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിറ്റ്മെൻറ്റ് അലവൻസ് കേന്ദ്രത്തിനെ പോലെ കൊടുക്കാം, കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാം, സർവീസ് വെയിറ്റേജ് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ എന്ത് കൊടുക്കാം? DA, ഈ കുടിശ്ശിക കിടക്കുന്ന DA എല്ലാം കൂടി ഇപ്പോൾ കുറേശ്ശെ PF ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ പൈസ കൊടുക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. 2% ഇപ്പോൾ ആഗസ്റ്റിൽ കൊടുക്കുമെന്നും പറയുന്നു. എങ്ങനെയുണ്ട് ബുദ്ധി? ഇതാണ് ബുദ്ധി. അപ്പോൾ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതല്ല ഭരണം. ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി, പിൻവലിച്ചോ? ഇങ്ങനെ ഉരുണ്ട് പോകണല്ലേ ഉള്ളൂ. മെഡിസിപ്പ് നടപ്പിലാക്കി, പിൻവലിച്ചോ? ഏതെങ്കിലും ഗവൺമെൻറ് പിൻവലിച്ചോ? പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് LDFൻ്റെ മാനിഫെസ്റ്റോ പറഞ്ഞ് അവർക്ക് പിൻവലിക്കാൻ പറ്റുമോ? 10 വർഷം ഭരിച്ചു, പിൻവലിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിലൊരു ഭൂതമുണ്ട്. എൻ്റെ പേര് ഭൂതം എന്നാണ്, നിധി കാക്കുന്ന ഭൂതം. ഭൂതത്തിൻ്റെ ജോലി പരമാവധി ഇതുപോലത്തെ കാര്യങ്ങളിൽ പിടിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ആ ഭൂതത്തെ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറക്കി വിടണം. എളുപ്പമല്ല അത്. കാര്യം ഭൂതം അദൃശ്യമാണ്. അദൃശ്യമായ ഒരു ഭൂതമുണ്ട് അവിടെ. ആ ഭൂതമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായും ഈ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ വളരെ വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. 10 വർഷത്തിലൊരിക്കൽ മതി പെൻഷൻ എന്നുള്ളത്. അതിന് സഹായമായ രീതിയിൽ കേന്ദ്രത്തിൽ 10 വർഷത്തിലൊരിക്കലാണ്, അവിടെ ഇപ്പോൾ 5 വർഷത്തിലൊരിക്കലാക്കണമെന്ന് യൂണിയൻകാർ പറയണം. പിന്നെ ധവളപത്രവും 10 വർഷത്തിലൊരിക്കലാണെന്ന് പറയുന്നു. ധവളപത്രം എഴുതി വെച്ചപ്പോൾ എഴുതിയ മറ്റൊരു പണിയും കൂടെ വരുന്നുണ്ട്. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ നോക്കണമെന്നും അവ ഏകോപിപ്പിക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതും വരുന്നു, രണ്ടും വരുന്നു. അപ്പോൾ അതും ഇതും കൂടെ വരുമ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് 3 വർഷം കൂടെ നീട്ടാൻ പറ്റിയാൽ DA കൊടുത്തുകൊണ്ട് ആളുകളെ DR and DA ഒക്കെ കൊടുത്തുകൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2019 വരെ വലിക്കാൻ കഴിഞ്ഞാൽ, അല്ല 29 വരെ വലിക്കാൻ കഴിഞ്ഞാൽ 19 to 29. ഇനി വേറെ ഒരു കാര്യമുണ്ട് ഗവൺമെൻറ്റിനെ മോഹിപ്പിക്കുന്ന കാര്യം. 29 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണെങ്കിൽ 28 ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ച് അടിപൊളിയാക്കി കൂടെ? അല്ലെങ്കിൽ 27 ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കും. ഈ കമ്മീഷനെ മരവിപ്പിച്ചിട്ട് 27 ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചാൽ 28 ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരും. 28 29 നടപ്പിലാക്കും, ഇലക്ഷന് മുമ്പേ നടപ്പിലാക്കും. എങ്ങനെയുണ്ട് ആശാനെ, ഗുലാൻ നബി ആസാദെ, എങ്ങനെയുണ്ട് ഗുലാൻ്റെ പരിപാടി? അപ്പോൾ 27 പെൻഷൻ, 27 കമ്മീഷൻ വയ്ക്കുക, ഇപ്പോൾ ഉള്ള കമ്മീഷൻ മരവിപ്പിക്കുക, DA ഒക്കെ കൊടുക്കുക, പുതിയ കമ്മീഷൻ വരുമെന്ന് പറയുക,
അപ്പോൾ ജീവനക്കാർ സന്തോഷമായിരിക്കും, പുതിയ കമ്മീഷൻ വരുമല്ലോ. 27 കമ്മീഷൻ വയ്ക്കുക, 1 വർഷം സമയം കൊടുക്കുക. അപ്പോൾ 28 റിപ്പോർട്ട് വരിക, 28 അവസാനം 29 ആദ്യം നടപ്പിലാക്കുക, പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നടപ്പിലാക്കും. 10 വർഷത്തെ പിടിച്ചതുമായി, 10 വർഷം ഈ കഥ നീട്ടിക്കൊണ്ടുപോയതുമായി. ഇതാണ് സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റ് ഭൂതത്തെ പിടിക്കാൻ നിങ്ങളും ഞാനും വിചാരിച്ചാലും പറ്റത്തില്ല, സെക്രട്ടേറിയറ്റിലുള്ളവർ പോലും വിചാരിച്ചാൽ പറ്റത്തില്ല. കാരണം ഇതൊരു വല്ലാത്ത ഭൂതമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ, കൊളോണിയൽ വ്യവസ്ഥയുടെ കാലം മുതൽ നമ്മൾ തുടങ്ങിയ ഒരു ഭൂതമാണ്. ഇതിനെ അഴിച്ചുവിടുക എളുപ്പമല്ല, അതവിടെ തുടരും. അതുകൊണ്ട് തന്നെ ഈ പൂച്ചയ്ക്ക് ആര് മണി കെട്ടുമെന്നറിയില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലേ ആവാനുള്ള എല്ലാ സാധ്യതയും സ്ട്രാറ്റജികളുമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഗവൺമെൻറ് എടുക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ എടുത്താൽ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിനെ മരവിപ്പിക്കുക, എന്നിട്ട് പറയുക ഞങ്ങൾ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കുമെന്ന് പറയുക. അത് നീട്ടി 27 വയ്ക്കുക, 27 അവസാനം വയ്ക്കുക, 28 അവസാനത്തോട് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറയുക, 28 അവസാനം റിപ്പോർട്ട് കൊണ്ടുവന്ന് 29 ആദ്യം നടപ്പിലാക്കുക. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ അടിപൊളി ശമ്പള പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കുകയും ചെയ്ത് താമസിപ്പിച്ചില്ലല്ലോ. 1 വർഷമല്ലേ നീണ്ടോളൂ. കമ്മീഷൻ വയ്ക്കാൻ 1 വർഷം നീണ്ടു, റിപ്പോർട്ട് വരാൻ 1 വർഷം കൂടെ നീണ്ടു, നടപ്പിലാക്കാൻ 1 വർഷം കൂടെ നീണ്ടു, 3 വർഷം നീട്ടി. എങ്ങനെയുണ്ട് ആശയം? ഇതാണ് ഐഡിയ.